ഡോക്ടർ മഹേഷ് കൃഷ്ണൻ, ആത്രേയ ഹോസ്പിറ്റലിലെ സ്പോർട്സ് സർജനാണ്. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടൊരു ടോപ്പിക്കാണ് ACL ഇഞ്ചുറി. നമുക്കറിയാം, പലർക്കും ഇപ്പോൾ സ്പോർട്സായി ബന്ധമുള്ള അല്ലെങ്കിൽ ഫുട്ബോളായിട്ട് ബന്ധമുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കളിക്കുന്നതിൻ്റെ ഇടയിൽ ലിഗമെന്റ് ഇഞ്ചുറി പറ്റിയിട്ടുള്ളത്. ഇന്നിപ്പോൾ ടർഫുകളുടെ എണ്ണം കൂടി വരികയാണ്, സ്പോർട്സിലെ ഉള്ള ആൾക്കാരുടെ ഇഷ്ടം കൂടി വരികയാണ്. ചെറുപ്പക്കാർ കൂടുതൽ പന്ത് കളി, അത് പ്രൊഫഷണൽ ആയാലും amateur ലെവലായാലും കൂടുതൽ നമ്പേഴ്സ് പന്ത് കളിയിലേക്ക് വരുന്ന കാലമാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പലപ്പോഴും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ACL സർജറികളുടെ എണ്ണവും ഇപ്പോൾ ഓൺ ദ റൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പലപ്പോഴും പ്ലെയേഴ്സിൻ്റെ മനസ്സിലാണെങ്കിലും അവരുടെ ഇടയിലാണെങ്കിലും അതുപോലെ അവരുടെ കോച്ചുമാർ, അവരുടെ മാനേജർമാർ, അവരുടെ പാരൻസിൻ്റെ ഇടയിലുള്ള ഒരു മിഥ്യാധാരണ എന്ന് പറഞ്ഞാൽ ലിഗമെന്റിന് സർജറി ചെയ്താൽ പിന്നെ അവൻ്റെ കരിയർ പോയി, അവന് കളിക്കാൻ പറ്റില്ല. അപ്പോൾ പരമാവധി അവൻ്റെ കരിയർ കളയാതിരിക്കാൻ വേണ്ടി ലിഗമെന്റ് ഇഞ്ചുറി വെച്ച് തന്നെ കളിപ്പിക്കുക, എന്നിട്ട് അവൻ്റെ നല്ല കാലം കഴിയുമ്പോൾ വേണമെങ്കിൽ സർജറി ചെയ്തോളൂ എന്ന് പറയുന്ന ഒരു നല്ലൊരു വിഭാഗം പാരൻസ്, കോച്ചുമാർ, മാനേജർമാർ ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. സത്യം പറഞ്ഞാൽ അവരവരുടെ ആ പ്ലെയേഴ്സിന്റെ ഫ്യൂച്ചർ, അവരുടെ കരിയർ കളയുകയാണ് ചെയ്യുന്നത്. ബേസിക്കലി ACL സർജറി ഇപ്പം നമ്മൾ ഏതൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ടീമിൽ നോക്കിയാലും ആ ടീമിൽ 1, 2, 3 പേര് ACL സർജറി ചെയ്തിട്ട് കളിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ സന്തോഷ് ട്രോഫി നോക്കിയാലും സ്റ്റേറ്റ് ടീം നോക്കിയാലും നാഷണൽ ടീം നോക്കിയാലും ഒക്കെ അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വാസ്തവ, ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ലിഗമെന്റ് സർജറി ചെയ്തുകൊണ്ട് ഒരു പ്ലെയറിന്റെ ഒരു കരിയർ നശിക്കുകയല്ല ചെയ്യുന്നത്. അവനെ ഏർലി റെസ്റ്റോറേഷൻ, ഏർലി റിട്ടേൺ ടു സ്പോർട്സ് സാധ്യമാക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ആ ലിഗമെന്റ് ഇഞ്ചുറി വെച്ചിട്ട് നമ്മൾ അവനോട് മുന്നോട്ട് പോകാൻ പറയുകയാണെങ്കിൽ ഒരു 6 മാസത്തിലോ 1 കൊല്ലത്തിലോ അവൻ്റെ മുട്ടിൻ്റെ അവസ്ഥ മോശമായി വരും, അവൻ്റെ പെർഫോമൻസ് ലെവൽ കുറയും, അവൻ്റെ സ്പോർട്സ് പെർഫോമൻസ് കുറയും. ഒരു കാരണവശാലും ഒരു സ്പോർട്സ് പ്രൊഫഷണൽ, അവൻ ഫുട്ബോൾ ആയിക്കോട്ടെ, വേറെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഏത് ലെവലിലുള്ള ഒരു സ്പോർട്സ് അത്ലറ്റ് ആയിക്കോട്ടെ, ഒരു ലിഗമെന്റ് ഇഞ്ചുറി വെച്ചിട്ട് അവൻ്റെ ഫുൾ ത്രോട്ട് പെർഫോമൻസ് കാണിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒരിക്കലും നമ്മുടെ മാനേജ്മെന്റ് ലെവലിലായാലും പാരൻസ് ആയാലും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു ലിഗമെന്റ് ഇഞ്ചുറി വന്നാൽ എത്രയും കാലം അവനെ കളിപ്പിച്ച് അവൻ്റെ കരിയർ അവസാനിച്ചതിന് ശേഷം ലിഗമെന്റ് ചെയ്യാമെന്നുള്ള ധാരണ മാറ്റി എത്രയും പെട്ടെന്ന് സ്പോർട്സ് സ്പെസിഫിക് ആയിട്ടുള്ള സ്പോർട്സ് സർജറി സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ട് അത് വൃത്തിയായി ചെയ്യിപ്പിക്കുക, എത്രയും പെട്ടെന്ന് തിരിച്ച് അവനെ സ്പോർട്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 10 അല്ലെങ്കിൽ 15 കൊല്ലം മുമ്പത്തെ സ്പോർട്സ് സർജറിയും ഇന്നത്തെ സ്പോർട്സ് സർജറിയും വളരെയധികം വ്യത്യാസപ്പെട്ടിരുന്നു. അതിൻ്റെ ടെക്നോളജിക്കൽ സപ്പോർട്ട്, അതിൻ്റെ സർജിക്കൽ ടെക്നിക്ക് ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 15 കൊല്ലം, ഞങ്ങളുടെ സ്പോർട്സ് സർജൻസ് ഒക്കെ ഈ ഒരു പ്രൊഫഷൻ തുടങ്ങിയിട്ട് ഏകദേശം 15-20 കൊല്ലമായി. അന്നത്തെ ലെവൽ പെർഫോമൻസ് അല്ല ഇന്ന് പലപ്പോഴും നമുക്ക് പ്ലേയേഴ്സിന്, പേഷ്യൻസിന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത്. അവരുടെ പെർഫോമൻസ് ലെവലിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് താങ്ക്സ് ടു ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്, താങ്ക്സ് ടു ദ സർജിക്കൽ എക്സ്പെർട്ടൈസ്, സർജിക്കൽ ടെക്നിക്സ്, ഇതിനൊക്കെ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഒരു സ്പോർട്സ് ഇഞ്ചുറി ഒരു പ്ലെയർ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഒരു ഇഞ്ചുറി ഒരു പ്ലെയറിന് വന്നു കഴിഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു സർജറി എന്നുള്ളതിന് പകരം നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യേണ്ടത് സ്പോർട്സ് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള സ്പോർട്സ് പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറീസ് മാനേജ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ റെഗുലറായിട്ട് മാനേജ് ചെയ്യുന്ന ഒരു സ്പോർട്സ് സർജന്റെ അടുത്ത് കൊണ്ടു ചെല്ലുകയും സർജറി വേണമെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ടൈമിൽ വളരെ കൃത്യമായി വൃത്തിയായി സർജറി ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും സർജറി എന്ന് കേൾക്കുമ്പോൾ അവൻ്റെ കരിയർ പോകുമെന്നുള്ളത് അത് മിഥ്യാധാരണയാണ്. ഏത് സ്പോർട്സ് സർജന്റെ അടുത്ത് ചോദിച്ചാലും അദ്ദേഹത്തിന്റെ ലിസ്റ്റിൽ ആ സർജറികൾ കഴിഞ്ഞ്, ഇപ്പോൾ ഷോൾഡറിലാണെങ്കിലും മുട്ടിലാണെങ്കിലും ലിഗമെന്റ് സർജറികൾ കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും കളിക്കുന്ന പ്ലെയേഴ്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ സർജറിന് തരാൻ പറ്റും. അപ്പോൾ അവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കൊരു പ്രൈമറി ഇൻഫർമേഷൻ വിത്തൗട്ട് ഡൗട്ട് ഓർ ബിയോണ്ട് ഡൗട്ട് നിങ്ങൾക്ക് ആ ഒരു സർജറിയെ കുറിച്ച്, ആ സർജറി കഴിഞ്ഞതിന് ശേഷമുള്ള നിങ്ങളുടെ പെർഫോമൻസ് ലെവലിനെ കുറിച്ച് ബിയോണ്ട് ഡൗട്ട് നിങ്ങൾക്കൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ കിട്ടും. വേറെ പല മീഡിയാസിൽ നിന്നും അല്ലെങ്കിൽ വേറെ പല സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് റിലേ ചെയ്യേണ്ട കാര്യമില്ല. ആ സർജനോട് തന്നെ ചോദിച്ചാൽ മതി, ഇത് കഴിഞ്ഞിട്ട് കളിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും ഈ സയന്റിഫിക് ടെക്നിക്കിന്റെ റിലയബിലിറ്റി മനസ്സിലാക്കാനും ഒരുപാട് സഹായിക്കുന്ന ഘടകമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഒരു ട്രിവിയൽ ഇഞ്ചുറി ആണെങ്കിൽ പോലും, ഒരു സർജറി വേണ്ടാത്ത ഒരു ട്രിവിയൽ ഇഞ്ചുറിയാണ്, ഒരു നോൺ സർജിക്കലി മാനേജ് ചെയ്യാവുന്ന ഇഞ്ചുറി ആണെങ്കിൽ പോലും അത് കറക്റ്റ് ടൈമിൽ ഒരു സ്പോർട്സ് സർജന്റെ സേവനം ലഭ്യമാക്കുക, അതിനുവേണ്ടി കോച്ചസും മാനേജ്മെന്റും
അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ആ ഇഞ്ചുറി മൈന്യൂട്ട് ഇഞ്ചുറി ആണെങ്കിൽ പോലും അത് വെച്ച് കളിപ്പിച്ച് ആ മൈന്യൂട്ട് ഇഞ്ചുറി ഒരു മേജർ ഇഞ്ചുറി ആയി തുടക്കത്തിൽ വിത്തൗട്ട് സർജറി മാനേജ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞാൽ സർജറി കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞാൽ സർജറി ചെയ്താലും തിരിച്ചു വരാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം നമ്മൾ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ടൈംലി മാനേജ്മെന്റ് അത് സ്പോർട്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സ്പോർട്സ് സർജറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 കാര്യമാണ്. ഒന്ന് ടൈംലി മാനേജ്മെന്റ്, 2 പ്രിസിഷൻ ട്രീറ്റ്മെന്റ്. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമില്ല. പ്രിസിഷനോടുകൂടി പെർഫെക്ഷനോടുകൂടി ആ സർജിക്കൽ എക്സസൈസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സ്പോർട്സ് പ്ലെയേഴ്സിൻ്റെ ഇഞ്ചുറികൾ നമുക്കധികം ടെൻഷൻ ഇല്ലാതെ അതിനെക്കുറിച്ച് അധികം വേവലാതി കൂടാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി മാനേജ്മെൻറ്റും കോച്ചുമാരും പാരൻസും എല്ലാവരും ശ്രദ്ധിക്കുക. ഇഞ്ചുറി എന്നാൽ ഭയപ്പെടേണ്ട കാര്യമില്ല. പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can get them back to the sports, their pre-injury status. Okay, thank you very much.